ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെത്തിയല്ലേ വിഷ്ണുവേ, അവരെ കൊണ്ട് വന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ പാമേ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ അവരെ കൊണ്ട് വരുമെന്ന്. വാ വാ, കേറി വാ. സത്യാമ്മേ, മക്കളെ എന്തോടെ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറി വരാൻ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു സത്യാമ്മേ. പൂജയ്ക്ക് വല്ല തടസ്സം ഉണ്ടായിരുന്നു ശാരദാമ്മേ? ഇല്ല, ഒരു തടസ്സവും ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ചില തടസ്സങ്ങളൊക്കെ കാണിച്ചു. വിഷ്ണുവിന്റെ റൂമിലിരുന്ന ഫോട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല, നിലത്ത് വീണ് ഉടഞ്ഞു. അതുപോലെ കാറ്റും വന്ന് താഴെ വീണായിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ ഫോട്ടോ പോന്ന് അങ്ങോട്ട് പോട്ടെ. ദേ എന്റെ മോനെ, ഇങ്ങനെ വടി പോലെ നിൽക്കുമ്പോഴേ എന്തിനാ നീ ഫോട്ടോ? അല്ലടാ മോനെ, അച്ഛൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഫോട്ടോ? നിങ്ങൾ ഇത് എന്ത് കാണാൻ വേണ്ടി എവിടെ നിൽക്കുന്നേ? അകത്ത് പോയി ഫ്രഷായി വല്ലതും കഴിക്കാൻ നോക്കിയേ. ചെല്ല്. പൊന്നിയന്റെ കഴിക്കാൻ എന്താ ഉള്ളത്? മക്കള് വാ, ആന്റി തരാം. എന്നാ പിന്നെ പിള്ളേണെങ്കിൽ ഇനി പൊക്കോ. ഇനി തന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, എന്നെ ഒന്ന് നോക്കിക്കോളും. അത് ശരി, പാലം കടന്നപ്പോ കൂരായണ. അങ്ങനെ എങ്കിൽ അങ്ങനെ. എടാ മക്കളെ, നീ ഇങ്ങോട്ടേ പോയാലുകളൊക്കെ പറ, ഞാൻ കേക്കട്ടെ. ആമേ, എല്ലാവർക്കും പോയി ഭക്ഷണം എടുത്ത് നോക്ക്. ഇന്ന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചെന്താ കഴിക്കുന്നേ? രാഘവേട്ടം, ഇവരിപ്പോ വന്നതല്ലേ ഉള്ളൂ. യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഇവരിപ്പോ വന്നെന്ന് വെച്ച് എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? പറയടാ മോനെ, എന്തൊക്കെയാ വിശേഷങ്ങള്? പറ. യാത്രയൊക്കെ സുഖമായിരുന്നോ? നിങ്ങൾ പോയപ്പോഴേ അച്ഛനും തോന്നി നിങ്ങളോടൊപ്പം വരാറുന്നെന്ന്. എന്താ അമ്മ അച്ഛൻ ഇങ്ങനെ? ശിവൻ ഇവിടെ ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അച്ഛനാ. അച്ഛനെ പറഞ്ഞ ആരും എന്താ തിരുത്താൻ ശ്രമിക്കാത്ത? ആര് തിരുത്താനടി? തിരുത്താൻ ചെന്ന രാഘവേട്ടൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയാൻ പാടില്ലല്ലോ. എങ്കിലും എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പറയുന്നത് പോലും എനിക്ക് സഹിക്കുന്നില്ല.